ഞാൻ ഇവിടെ വരുന്നത് കെയ്റോയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴൊന്നും തീബ്സ് എന്നോ ലെക്ചർ എന്നൊന്നും കേൾക്കുന്നില്ല. 2 വർഷം മുമ്പ് വരുമ്പോൾ പിന്നെ ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയിൽ ഭയങ്കര ഡീപ്പായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അങ്ങനെ പഠിക്കുമ്പോഴാണ് ലെക്ചർ എന്ന് പറയുന്ന സിറ്റി ഉണ്ട്, അതാണ് ആൻഷ്യൻ്റ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി എന്നൊക്കെ മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു ദിവസം ബസ് കയറി ഇവിടെ വന്ന് 2 ദിവസം ഇവിടെ നിന്ന് പഠിക്കുമ്പോഴും കാണുമ്പോഴൊക്കെയാണ് നമ്മൾ അതിശയിച്ചു പോകുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു ആൻഷ്യൻ്റ് ലോകത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരുപാട് ടീമുകൾ, ഇപ്പോൾ നിങ്ങൾ വന്ന പോലെ വരുമ്പോഴൊക്കെ ഹിസ്റ്ററിയിൽ ഭയങ്കര ഡീപ്പായിട്ട് ആഗ്രഹമുള്ള ആളുകൾ ഒരാഴ്ചക്കൊക്കെ ഈജിപ്തിലേക്ക് വരുന്ന ആളുകളൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. ഇവിടെ വരുമ്പോഴാണ് നമ്മളുടെ ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മളുടെ ഒരു വീക്ഷണം തന്നെ കംപ്ലീറ്റ്ലി മാറിപ്പോവും. കാരണം ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാലക്രമേണയാണ് മനുഷ്യൻ്റെ കഴിവുകൾ വികസിക്കുന്നത്, നമ്മൾ വളരെ മോഡേൺ ആണ്, നമ്മൾ എത്ര കഴിവുള്ള ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള. ഇവിടെ പല നിർമ്മിതികൾ കാണുമ്പോൾ അത് നിർമ്മിതികൾ മാത്രമല്ല, അതിലുള്ള കുറേ സ്ട്രക്ചറുകളുണ്ട്, എഴുത്തുകൾ, അതുപോലെ അതിൻ്റെ അടയാളങ്ങൾ, അതിനുപയോഗിച്ച കളറുകൾ, പിന്നെ അതിൻ്റെ പലതിൻ്റെയും ഷാർപ്പ്നെസ്സുകൾ. പല മമ്മികളൊക്കെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്ലുകളൊക്കെ എത്ര പോളിഷ് ചെയ്ത് വളരെ ഇതുകളാണ്, അതിലെ ലിപികളൊക്കെ വളരെ ഇതുകളാണ്. ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു ആർട്ടിസ്റ്റിക് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും പറയും ഇവരൊക്കെ അടിമകളായിരുന്നു എന്നുള്ളത്. പക്ഷേ കൂടുതൽ പഠനങ്ങൾ തെളിയിക്കുന്ന ഇവർ അടിമകളായിരുന്നില്ല, ഇവർ നന്നായിട്ട് പെയ്ഡ് ചെയ്യപ്പെട്ടിരുന്ന വർക്കേഴ്സ് ആയിരുന്നു. അതിൽ അതേപോലെ നമ്മൾ മ്യൂസിയത്തിൽ കണ്ടേ കുറച്ച് എഴുത്തുമായി ബന്ധപ്പെട്ട, പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട അതിന്റെ പേന, അതിന്റെ മഷി, അതൊക്കെ ഇതിലൊക്കെ കുറേ സാധനങ്ങൾ. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ശില്പങ്ങളൊന്നും ഈ സ്ക്രൈബ്സിന്റെയാണ്. എഴുത്താളന്മാർ അവർ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ഇപ്പോൾ ജോസഫ് സാറ്, VK ജോസഫൻ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്ത് എവിടെ പോയിട്ടില്ലെങ്കിലും ഈജിപ്ത് പോകണമെന്ന് പറയുന്നുണ്ട്. കണ്ടാൽ മാത്രം അതിൻ്റെ ഒരു വിസ്തൃതിയും വൈബിലൊക്കെ മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് കർണക്കിലും അതുപോലെ വാലി ഓഫ് കിങ്സിലാണെങ്കിലും